Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കുകയാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ എക്സാം ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് എയിൽ 7 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 4 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. അപ്പോൾ വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന 1-2 ടോപ്പിക്കുകളിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ, അതിലാദ്യം ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് വാട്ട് ഈസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ് നിർബന്ധമായും പഠിക്കണം. ആ സെയിം ചാപ്റ്ററിൽ തന്നെ ഹോൾഡിംഗ് കമ്പനി എന്താണ്, സബ്സിഡിയറി കമ്പനി എന്താണ്, ഇതൊക്കെ നോക്കി വയ്ക്കണം കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ്. പിന്നെ കാൽക്കുലേഷൻസിൽ നമ്മൾ കാണാൻ സാധിക്കുന്നൊരു കാര്യമാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, പ്രീ അക്വിസിഷൻ ലോസ്, പോസ്റ്റ് അക്വിസിഷൻ ലോസ്, ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യില്ല. അപ്പോൾ അതിലേതെങ്കിലും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റോ അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റോ ലോസോ. സോ ഈ എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് നോക്കി വയ്ക്കണം. നമുക്കൊരു 4 സ്റ്റെപ്പിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രീ ആവാം, അതല്ലെങ്കിൽ പോസ്റ്റ്, ഇതിലേതെങ്കിലും ഒരെണ്ണം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇതൊക്കെ നമുക്കിതിൽ വേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, പ്രീ അക്വിസിഷൻ, പോസ്റ്റ് അക്വിസിഷൻ, പിന്നെ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്, ഗുഡ്വില്. മൂവിങ് ടു നമ്പർ 2, രണ്ടാമതായിട്ട് നമ്മൾ റിപ്പീറ്റായിട്ട് കണ്ടുവരുന്നൊരു ചോദ്യമാണ്. എന്തായാലും ലിക്വിഡേഷനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന 1-2 ചോദ്യങ്ങളാണ്. വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്താണ്, വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്താണ് നിർബന്ധമായും പഠിക്കണം. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, കമ്പൽസറി, വോളണ്ടറി. ഞാൻ ടൈപ്സ് എന്ന് എഴുതാം, അതിലേതെങ്കിലും ചിലപ്പോൾ ഒരെണ്ണം ചോദിക്കാം. കമ്പൽസറി വൈൻഡിങ് അപ്പോ, വോളണ്ടറി, വോളണ്ടറി അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ കോൺട്രിബ്യൂട്ടറി ആരാണ്, കോൺട്രിബ്യൂട്ടറി ആരാണ്, ആ സെയിം ചാപ്റ്ററിൽ തന്നെയാണ്. പിന്നെ ലിക്വിഡേറ്റർ ആരാണ്, പിന്നെ ഡെഫിഷ്യൻസി അക്കൗണ്ട്, ഡെഫിഷ്യൻസി അക്കൗണ്ട് അതെന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ടോപ്പിക്കുകളാണ് നമ്മൾ ലിക്വിഡേഷൻ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ 2 ചാപ്റ്ററിൽ നിന്ന് ഒരേ ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഓരോ ചോദ്യങ്ങൾ. അപ്പോൾ ഈ ടോപ്പിക്സിൽ നിന്നുള്ള കാര്യങ്ങളാണ് റിപ്പീറ്റായിട്ട് വരുന്നത്. ഓക്കെ, മാറി മാറി വരുന്നതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ തരുന്നത് കേട്ടോ. ചാപ്റ്റർ വൈസ് തരികയാണെങ്കിൽ നമുക്ക് ഈസി ആയല്ലോ. നെക്സ്റ്റ് ലീസിങ് എന്താണ്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീസിൽ ഏതെങ്കിലും ഒരെണ്ണം, ഓപ്പറേറ്റിംഗ് ലീസോ അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലീസോ, അതിലേതെങ്കിലും ഒരെണ്ണം. അതുപോലെ ചിലപ്പോൾ സെയിൽ
എന്താണ് പറയുക, സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്താണെന്നോ. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതാണ് മറ്റൊരു ടോപ്പിക്ക്. പിന്നെ തിയറി ടോപ്പിക്സിൽ നിന്ന് റിപ്പീറ്റായിട്ട് ചോദ്യങ്ങൾ വരുന്നത് രണ്ട് ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്, ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഫോറൻസിക് അക്കൗണ്ടിങ് എന്താണ്, ദെൻ നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. ഞാൻ HR അക്കൗണ്ടിങ്ങിന് മുഴുവനായിട്ട് വേണമെങ്കിൽ എഴുതാം. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്താണ്. മറ്റൊരു ചോദ്യം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്താണ്. മറ്റൊരു ചോദ്യം എൻവയോൺമെന്റ് അക്കൗണ്ടിങ് എന്താണ്. മറ്റൊരു ക്വസ്റ്റ്യൻ. ഇതിലേതെങ്കിലും രണ്ടെണ്ണം വരും. ഓക്കെ. പ്രോആക്റ്റീവ് അക്കൗണ്ടിങ് എന്താണ്. മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്താണ്. മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ CPPA എന്താണ്. CCA എന്താണ്. ആ ചാപ്റ്ററിൽ തന്നെയാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ തിയറി ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് നമ്മൾ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള, നിർബന്ധമായും പഠിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അമാൽഗമേഷൻ ചാപ്റ്ററിൽ നിന്ന്. അമാൽഗമേഷൻ എന്താണെന്ന് ചോദിക്കാം. അതിനേക്കാൾ ഉപരി മെർജർ എന്താണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെർജറിൽ ഏതെങ്കിലും ഒരെണ്ണം, കോൺഗ്ലമറേറ്റോ അങ്ങനെ പലരും ഞാൻ എഴുതുന്നില്ല, ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ടേക്ക് ഓവർ എന്താണ്. അക്വിസിഷൻ എന്താണ്. പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്. പർച്ചേസ് കൺസിഡറേഷൻ്റെ പല മെത്തേഡ്സ് ഉണ്ട്. നെറ്റ് പേയ്മെൻറ്റ്, നെറ്റ് അസറ്റ് മെത്തേഡ്, അത് നോക്കി വയ്ക്കുക കേട്ടോ. മെത്തേഡ്സ്. ഓക്കെ. അപ്പോൾ മെർജറിലെ ഏതെങ്കിലും ഒരു ടൈപ്പ് പലപ്പോഴും വരാറുള്ളതാണ്. മെർജർ അക്വിസിഷൻ എന്താണ്. അതുപോലെ തന്നെ മെർജറിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലുള്ളതാണ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. ഓക്കെ. അപ്പോൾ ഒരു 7 ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ശരിക്കും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതല്ലാണ്ട് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് ടോപ്പിക്കിലോട്ട് കിടക്കുകയാണെങ്കിൽ, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്താണ്. കറന്റ് ടാക്സ് ലയബിലിറ്റി എന്താണ്. ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് എന്നും ചോദിക്കാം, പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ടാക്സ് ടെമ്പററി ഡിഫറൻസ് എന്താണ്. ടാക്സ് ടെമ്പററി ഒരു പ്രാവശ്യത്തെ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ടാക്സ് ടെമ്പററി ഡിഫറൻസ് എന്താണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ നമ്മളൊരു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇൻഫ്ലേഷൻ പറഞ്ഞു, ഡെഫിഷ്യൻസി, കോൺട്രിബ്യൂട്ടറി ലിക്വിഡേറ്റർ പറഞ്ഞു, എൻവയോൺമെൻറ്റ്, മെർജർ, ഓക്കെ, പർച്ചേസ് കൺസിഡറേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്, അത് നോക്കി വയ്ക്കാം. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണെന്നും കൂടി നോക്കാം. ചിലപ്പോൾ ഇൻറ്റേർണലും എക്സ്റ്റേണലും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ചോദ്യമായിട്ട് നമുക്ക് വരാണെങ്കിൽ എഴുതാൻ പാകത്തിന് പഠിക്കുക. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. ഓക്കെ. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിലെ നമുക്ക് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇല്ല, അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം ചിലപ്പോൾ 2 വെയിറ്റേജിന് ഇടാറുണ്ട്. അപ്പോൾ അതും നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമുക്ക് 2 വെയിറ്റേജിൻ്റെ 7 ചോദ്യങ്ങൾ വരുന്നു. അതിൽ 4 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടിയും പോവാം.
അപ്പോൾ ഇത് തെരഞ്ഞു പിടിച്ചതൊക്കെ പഠിച്ചു വെച്ചോ. ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അതിൽ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, കോസ്റ്റ് ഓഫ് കൺട്രോള്, ഇതിൽ നിന്ന് ഒരൊറ്റ ചോദ്യം. ദെൻ ലിക്വിഡേഷൻ ചാപ്റ്ററിൽ നിന്ന് എന്താണ് ലിക്വിഡേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ്, കമ്പൽസറി, വോളണ്ടറി, കോൺട്രിബ്യൂട്ടറി ആരാണ്, ലിക്വിഡേറ്റർ ആരാണ്, ഡെഫിഷ്യൻസി അക്കൗണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. ദെൻ ലീസിംഗിൽ നിന്ന് ലീസിംഗ് എന്താണ്, ഓപ്പറേറ്റിംഗ് ലീസ് എന്താണ്, ഫിനാൻഷ്യൽ ലീസ് എന്താണ്, ലീസ് ആൻഡ് ലീസ് ബാക്ക് എന്താണ്, ഇതിൽ നിന്ന് ഒരെണ്ണം. ദെൻ തിയറി ചോദ്യങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്നതിൽ നിന്ന് 2 ചോദ്യങ്ങൾ. ഇപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ് എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്താണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്, പ്രൊആക്റ്റീവ് അക്കൗണ്ടിങ്, ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ. ദെൻ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് എന്താണ്, CPPA എന്താണ്, CCA എന്താണ്, പിന്നെ മെർജർ എന്താണ്, അക്വിസിഷൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെർജറിൽ ഏതെങ്കിലും ഒരെണ്ണം, കോൺഗ്ലമറേറ്റ്, അങ്ങനെ പലതരത്തിലുള്ളതല്ലേ, അതിലേതെങ്കിലും ഒരെണ്ണം. ടേക്ക് ഓവർ എന്താണ്, അക്വിസിഷൻ, പർച്ചേസ് കൺസിഡറേഷൻ്റെ മെത്തേഡ്സ് നോക്കാം. അമാൽഗമേഷൻ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. പിന്നെ ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി എന്താണ്, കറണ്ട് ടാക്സ് ലൈബിലിറ്റി, ടാക്സ് ടെമ്പററി ഡിഫറൻസ് എന്താണ്, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്, അതിലെ ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലം ചിലപ്പെടാം, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ കൺസെപ്റ്റ്. ദാറ്റ്സ് അബൌട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ. സോ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഇതാണ്, നെക്സ്റ്റ് ഇതാണ്, ആൻഡ് ഫൈനലി ഇത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.